എല്ലാവർക്കും ഫോക്കസ് ഇൻസൈഡിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ന് വളരെ വിവാദമായിരിക്കുകയാണ്. അത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടയ്ക്കണം എന്നൊക്കെയാണ് ഒരു വിഭാഗം ജനങ്ങളും കുറേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഇന്ന് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അങ്ങനൊരു പ്രസ്താവന ഇറക്കുന്നതിന് ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഇപ്രകാരമാണ്. അങ്ങനെ ഇത്തരം മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെയില്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? ഈ മതേതരം പറയുന്ന ഈ ലീഗുകാർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളെ വരെ നിർത്തിയിട്ടുണ്ടോ? ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല. നിങ്ങൾക്കറിയാമോ? അവിടെ വരുന്ന മറ്റ് 44% അടിച്ചമർത്തിക്കൊണ്ട് എല്ലാം 56% മേധാവിത്വം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എപ്പോഴും നല്ലതല്ല. അപ്പോഴാണ് ജാതി ഇതുണ്ടാകുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരം പ്രസ്താവനകളെക്കുറിച്ച് പ്രസിദ്ധ ചലച്ചിത്രകാരനും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയുമായ ശ്രീ അലി അക്ബർ രാംസിംഗിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. മലപ്പുറത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞു. അതുണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്, അതിൻ്റെ വാസ്തവം എന്താണ് എന്ന് ആരും ചിന്തിച്ചില്ല. പകരം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഒരു സമൂഹം മുന്നോട്ട് വന്നു. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. മലപ്പുറം കേരളത്തിലാണോ എന്നുള്ള സംശയം പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് ഒരു പ്രത്യേക രാജ്യമാണ് എന്ന ഒരു ധാരണ ചിലർക്കൊക്കെയുണ്ട്. ആ ധാരണ തന്നെയാണ് ഈ വാചകങ്ങൾ എടുത്തുകൊണ്ട് എതിരിടാനും കാരണം. അദ്ദേഹം പറഞ്ഞത് ഈഴവ സമുദായത്തെ മുൻനിർത്തിയാണെങ്കിൽ പോലും അതിൽ മറ്റ് സമുദായങ്ങളും പെടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു പ്രത്യേക സമൂഹം ഒരു പ്രത്യേക ദേശത്ത് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാവരും അവർക്ക് അന്യരായി ഭവിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവിടെ എല്ലാ റിസർവേഷനും അവരുടേതായിട്ട് മാറും. അത് ഒരു പ്രദേശം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കേരളത്തിലെ ഭരണകൂടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സമൂഹമായി അവർ മാറുമ്പോൾ അവരുടെ ആ പ്രദേശത്തിന് എപ്പോഴും അവരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവർ മുന്നോട്ട് വരേണ്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ പ്രയോറിറ്റി ആർക്കാണ്? ആ പ്രദേശത്ത് പ്രയോറിറ്റി ആർക്കാണ്? ഇപ്പോൾ അദ്ദേഹം പറയാതെ പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും ഒക്കെ ലഭിക്കേണ്ടുന്ന ഈഴവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളും മറ്റും കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം. അത് കേരളത്തിൻ്റെ പൊതുവായ ഒരു ചിത്രം തന്നെയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് എല്ലാ ആനുകൂല്യങ്ങളും വെച്ച് നീട്ടുകയും ആ പ്രത്യേക വിഭാഗത്തെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റി ഭരണം നിലനിർത്താനുള്ള ഇടതിൻ്റെയും വലതിൻ്റെയും ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണത്. ഈ പ്രത്യേക വിഭാഗം തരം പോലെ ഇടതിലേക്കും വലതിലേക്കും ചാഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് പ്രസക്തമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഭരണകൂടത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആ വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വിഭാഗമായി മാറി എന്നുള്ളത് സത്യം തന്നെയാണ്. അവരുടെ കുട്ടികൾക്കുള്ള റിസർവേഷൻ, അവരുടെ കുട്ടികൾക്കുള്ള സ്റ്റൈഫൻഡ്,
മറ്റ് സഹായങ്ങൾ എന്നതിൽ ഉപരിയായിട്ട് മറ്റു വിഭാഗം, താഴേക്കിടയിലുള്ള വിഭാഗത്തെക്കുറിച്ച് ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടില്ല. ഒരു ക്ലാസ് റൂമിൽ, ഒരു ബെഞ്ചിൽ ഈ താഴേത്തട്ടിലുള്ള രണ്ട് വിഭാഗം രണ്ട് തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് വാങ്ങിക്കുന്നത്. വലിയ വിവേചനം നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സത്യത്തെ കൃത്യമായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് വലിയ തെറ്റ്, വലിയ പാതകം. അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് വേണമെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കാം. കാരണം അത്രയും വലിയ തെറ്റാണല്ലോ അദ്ദേഹം പറഞ്ഞത്. കൃത്യമായ ശ്വാസം പോലും, കൃത്യമായ സ്വാതന്ത്ര്യം പോലും ലഭിക്കാതെ ഇതര വിഭാഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മതം ചെലുത്തുന്ന സ്വാധീനം ഒരു പ്രദേശത്ത് അവരധികമായി കഴിഞ്ഞാൽ അവർ ചെലുത്തുന്ന സ്വാധീനം ഭക്ഷണത്തിലും വസ്ത്രത്തിലും എല്ലാം ഉൾപ്പെടും. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ അത് റംസാൻ മാസത്തിൽ അടച്ചിടണം എന്നുള്ള ഗ്യാരണ്ടിയോടുകൂടി തുടങ്ങേണ്ടുന്ന അവസ്ഥ. അപ്പോൾ എല്ലാ സമൂഹവും ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു കൂട്ടർ ആധിപത്യം സൃഷ്ടിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവർക്കും തുല്യമായിട്ട് അവിടെ സ്വാതന്ത്ര്യമില്ല, അതല്ലെങ്കിൽ അവിടെ നീതി ലഭിക്കുന്നില്ല എന്നുള്ള ശ്രീ നടേശൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ എങ്ങനെ വേണം മുഖവിലക്കെടുക്കാൻ? അതിനെക്കുറിച്ച് ചർച്ചയെ ചെയ്യപ്പെടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടില്ല. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച, അങ്ങനെ പറയാമോ എന്നുള്ള വിഷയമാണ് ചർച്ചയായിട്ട് മാറുന്നത്. എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലേ ഒരു സാമാന്യ ജനത ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഭരണകൂടം ചിന്തിക്കേണ്ടുന്നത്. എന്താണ് ചിലർക്ക് മാത്രം പ്രത്യേകത, ചിലർക്ക് മാത്രം ആനുകൂല്യങ്ങൾ, ചിലർക്ക് മാത്രം അധികാരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പരമമായിട്ടുള്ള കാര്യം. അതിനെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ തുറന്നു പറച്ചിൽ കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനിയും തുറന്നു പറച്ചിലുകൾ ഉണ്ടാവണം. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാവണം. അത് ന്യൂനപക്ഷമായാലും ശരി, ഭൂരിപക്ഷമായാലും ശരി. ന്യൂനപക്ഷത്തിന് പ്രത്യേകമായിട്ട് നൽകുന്ന ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് വിവേചനമില്ലാതെ വിതരണം ചെയ്യപ്പെടണം. അപ്പോൾ മാത്രമേ നീതി നമുക്ക് ലഭിച്ചതായി പറയാൻ പറ്റുള്ളൂ. അതല്ല, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് മാറിയാൽ പിന്നെ എന്താണ് ഇതിനൊക്കെ അർത്ഥം? ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുകയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി കയ്യൂക്കില്ലാത്തവനെ പതിയെ പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യം നേടുമ്പോൾ കയ്യൂക്കില്ലാത്തവൻ പ്രതികരിച്ചു തുടങ്ങും. ആ പ്രതികരണം മാത്രമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഹിന്ദു ഒരിക്കലും സംഘടിതമായി ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം ഈഴവരെക്കുറിച്ച് മാത്രം പറഞ്ഞു. ഈഴവർ മാത്രമല്ല, ഹൈന്ദവ സമൂഹം ഒരു വോട്ട് ബാങ്കായിട്ട് ഇന്നും മാറിയിട്ടില്ല. മാറിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഹൈന്ദവ സമൂഹത്തിന് മുമ്പിൽ വന്ന് കാലയിൽ വീഴും. അത് വേറെ കാര്യം. അത് ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തിൽ ഇപ്പോൾ പ്രമുഖ സമുദായമാണ് ഈഴവ സമുദായം കേരളത്തിൽ. ആ ഈഴവ സമുദായം ഒരു വോട്ട് ബാങ്കായി മാറേണ്ടുന്നതിൻ്റെ ആവശ്യത കൂടി ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്കെടുക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ചില വിഭാഗങ്ങൾക്ക് മാത്രം വോട്ട് ബാങ്കായി തങ്ങളുടെ അവകാശങ്ങൾക്കപ്പുറം തങ്ങളുടെ ആവശ്യങ്ങൾ അവർ പറയുന്നത് നേടിയെടുക്കാനും മറ്റും കഴിയുന്നത് ഈ പറയുന്ന വോട്ട് ബാങ്കിൻ്റെ ബലത്തിലാണ്. ഈഴവ വോട്ട് ബാങ്കുണ്ടായാൽ ഈഴവനും ചോദിച്ചു വാങ്ങാൻ കഴിയും.
നായർ വോട്ട് ബാങ്ക് ഉണ്ടായാൽ നായർക്കും ചോദിച്ചു വാങ്ങാൻ കഴിയും. ഇത് ഒരു വശത്തേക്ക് മാത്രം താഴുന്ന ഒരു തുലാസായി മാറിയിട്ടുണ്ട്. ആ മാറലിന് എതിരെയുള്ള ഒരു ചെറിയ ശബ്ദം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. കുറച്ചുകൂടി ശബ്ദം ഉയരണം. ഇത് വിഭാഗീയതയല്ല, വിഭാഗീയത ഉണ്ടാക്കുന്നവർക്കെതിരെയുള്ള യഥാർത്ഥത്തിലുള്ള മറുപടിയാണ്, ചോദ്യചിഹ്നമാണ്. അത് ഇനിയും ഉയർന്നു വരിക തന്നെ വേണം. ഒരു പക്ഷത്തേക്ക് മാത്രം വോട്ട് ബാങ്കിൻ്റെ ബലത്തിൽ കാര്യങ്ങൾ ചരിഞ്ഞ് വീഴരുത് എന്നുള്ളത് തന്നെയാണ് ഇന്നിൻ്റെ പ്രസക്തി.